ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. ഇന്നിപ്പോൾ ശനിയാഴ്ചത്തെ വീഡിയോ ആണ്, ഇന്നത്തെ വീഡിയോ ആണ് കേട്ടോ. ഇത് നാളെ രാവിലെയാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്തുള്ളൂ. പിന്നെ ഇന്നിപ്പോൾ നമുക്കൊരു ചക്ക തിന്നാലോ എന്നൊരു പൂതി. കുറച്ച് ദിവസമായില്ലേ ചക്കയൊന്നും തിന്നാണ്ട്. അന്നേരം എല്ലായിടത്തും ചക്കയൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മളെ വീടിൻ്റെ മോൾ വശത്ത് ഉണ്ടായിരുന്നു ചക്ക. ഞങ്ങൾ പോയി നോക്കുമ്പോൾ അതൊക്കെ അങ്ങോട്ട് എത്തൂല, മുകളിലാണ്, താഴെയൊക്കെ ചീഞ്ഞു പോയിട്ടുണ്ട്. അന്നേരം മുകളിലത്തെ ഒന്നും എത്തൂല. അന്നേരം ഞങ്ങൾ അതേപോലെ തിരിച്ചിങ്ങോട്ട് പോകുന്നു കേട്ടോ. പിന്നെ അന്നേരം മൂത്തമ്മ കുറേ ദിവസമായി പറയുന്നത് അവിടെ ഉണ്ട് ചക്ക, വന്ന് പറിച്ചോ കേട്ടോ, പറിച്ചോന്ന്. അന്നേരം പിന്നെ അങ്ങോട്ട് പോകേണ്ടതെന്നുള്ള വടിയൊക്കെ എടുത്തിട്ട് പോകേണ്ടതെന്നുള്ള മടിയുണ്ട്, പോയില്ല. എന്നാലും പിന്നെ എന്താ വെച്ചാൽ അവിടെ കിട്ടിയില്ലല്ലോ, എന്നാൽ നേരെ തിരിച്ച് അങ്ങോട്ട് പോകാറുണ്ട്. അങ്ങോട്ട് പോവുകയാണ്. ഇത് അമ്മയും മക്കളും കൂടെയാണ് പോണേ. കുട്ടികൾ വേക്കുന്നാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. ഇതിപ്പോൾ അമ്മേൻ്റെ ഓരോ സ്ഥലമുണ്ട്. ആ കാണുന്ന അമ്മേൻ്റെ തറവാടാണ് കേട്ടോ. അന്നേരം ആ തറവാടിൻ്റെ തൊട്ടപ്പുറത്താണ് അമ്മേൻ്റെ ചേച്ചീൻ്റെ വീട്. അവരെ മോളെ വീടാണ് കേട്ടോ, നേരെ ഓപ്പോസിറ്റ് ആണ്. ഇത് നമ്മളെ വീടിൻ്റെ അടുത്താണ് ആ വീട്, അക്കരെയാണ് കേട്ടോ. പുഴയുണ്ട് നടുവ് കൂടെ ഒഴുകണേ. ആ പുഴേൻ്റെ സൈഡിലാണ് കേട്ടോ ഈ പ്ലാവുള്ള. നമ്മളെ വീട്ടിൻ്റെ മുന്നിൽ നിന്ന് കാണുന്ന ആ പുഴയില്ല, ആ പുഴയുണ്ട് അവിടെ. ഇവിടെയൊക്കെ വെള്ളം ഇങ്ങോട്ടേക്ക് മേൽക്കൊന്നും ഇപ്രാവശ്യം അധികം എത്തിയിട്ടില്ല കേട്ടോ. എന്നിട്ട് ഇതാണ് ചക്ക അടക്കുന്നത്. 2 ഉണ്ട്, 2 പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യത്തെ വടിയും കൊണ്ട് എത്തിയില്ല. പിന്നെ ഞാനൊരു ഓട അവിടെ നിന്ന് തന്നെ കൊത്തിയെടുത്തിട്ട് അതുകൊണ്ട് കുത്തി ചാടിച്ചു കേട്ടോ. വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു, എന്നാലും വേണ്ടില്ലാണ്ട് ഒരു ചെറുതെടുത്തിട്ട് വന്നു കടി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അതാ ചെറുതാണ് എടുത്തത്. നേരെ ചക്ക 2 കുത്തിയപ്പോഴത്തേക്ക് താഴെ വീണു കേട്ടോ. ഞാൻ താഴെ പറമ്പില്ല, മക്കൾ മേലെ നിൽക്കണേ. അന്നേരം അവർക്ക് വീഡിയോ എടുത്തിട്ട് സൂം ചെയ്യാണ്ടാണ് വീഡിയോ എടുത്തത്, അതുകൊണ്ടാണ് അത്ര ക്ലാരിറ്റിയിൽ താഴേക്ക് കിട്ടാത്തത്. അങ്ങനെ പഴുത്തതായതുകൊണ്ട് എനിക്ക് ആദ്യം എടുക്കാൻ മടിയുണ്ടായിരുന്നു. വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ സുഖമില്ലാണ്ടാവില്ല, എങ്ങനെയായാലും പഴുത്തത് 2 ചുള തിന്നും. അത് പിന്നെ ഞാൻ കൊണ്ടുവന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ കടിയൊക്കെ നാളെയാണ് ഉണ്ടാക്കുള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, തേങ്ങ കമ്മിയായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ കടിയൊന്നും ഉണ്ടാക്കുന്നത്. നാളെയാണ് അതിൻ്റെ കടി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇടാം കേട്ടോ. അന്നേരം നമ്മളെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് പോകണം കേട്ടോ. ഇതിൽ കൂടിയാണ് ഇവരൊരു കടയുണ്ട് പറഞ്ഞിട്ടുണ്ടായില്ല, ആ കടയിലേക്കൊക്കെ ഒരു ഇതിൽ കൂടിയാണ് കേട്ടോ. കുഞ്ഞനങ്ങാണ്ടിരിക്കുക. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നു, ലൈവൊക്കെ ഇട്ടതിന് ശേഷമാണ് കേട്ടോ മീൻ വറക്കുന്നത്. ഇന്നിപ്പോൾ മീൻ വറുത്തതും ചെറുപയർ ഉപ്പേരിയും കഞ്ഞിയും അച്ചാറുമാണ് കേട്ടോ ഉച്ചക്കത്തേക്ക്. അന്നേരം മീൻ കറി വെക്കാനുള്ളത് അവിടെ എടുത്ത് മാറ്റി വെക്കുകയാണ്. അതിപ്പോൾ വെക്കണില്ല, എന്തായാലും കഞ്ഞിയല്ലേ ഉള്ളൂ. അന്നേരം കഞ്ഞിക്ക് എന്തായാലും ഇപ്പോൾ മീൻ കറീൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ കഞ്ഞി വെക്കുകയല്ല, കറി വെക്കണില്ല. ഇപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ വെക്കണേ. ഞാൻ മീൻ വറക്കാൻ വരുമ്പോഴത്തേക്ക് എൻ്റെ ലൈവ് നടക്കുന്ന സമയത്ത് എൻ്റെ മക്കളിവിടെ ഉരുളക്കിഴങ്ങൊക്കെ ചെത്തി ഭയങ്കര ബിങ്കോ നിർമ്മാണ പരിപാടിയിലായിരുന്നു കേട്ടോ. 2 ആളും 2 വിധത്തിൽ ബിങ്കോ ഒക്കെ ഉണ്ടാക്കി. ഇത് പൊന്നൂസിൻ്റെ ആണ് കേട്ടോ. അത് മറ്റേത് ഇപ്പോൾ നേരത്തെ കാണിച്ച ചക്കരൻ്റെയാണ് കേട്ടോ. പക്ഷെ 2 ആളും ടേസ്റ്റ് വെച്ച് മിണ്ടാണ്ടിരിക്കും. 2 ആളും ടേസ്റ്റ് വെച്ച് നോക്കുമ്പോൾ പൊന്നൂസ് ഉണ്ടാക്കിയതായിരുന്നു ടേസ്റ്റ് കൂടുതൽ കേട്ടോ. ചക്കര എന്തൊക്കെ ചിക്കൻ മസാല എന്തൊക്കെയൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നാലും അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായി. പിന്നെ ഞാൻ ഇതാ മീൻ വറുക്കുകയാണ്. പാൻ അവരെ അടുത്തായതുകൊണ്ട് തന്നെ ഞാൻ വേഗം പപ്പടം വറുത്ത എണ്ണ ഉണ്ടായിരുന്നു ചീഞ്ചട്ടിയിൽ, അതേ എണ്ണയിലേക്ക് ഞാൻ എന്താക്കി മീൻ അങ്ങോട്ട് എടുത്ത് ഞങ്ങൾ വേഗം വറുത്ത് ഞങ്ങൾ കഞ്ഞി കുടിച്ചു കേട്ടോ. വേറെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ ഒരു സുഖമാണ്. കാരണം ഇനി ഈ കഞ്ഞി പോലും കിട്ടാത്തൊരവസ്ഥ നമ്മളിലേക്കൊക്കെ എത്തും എന്നുള്ള കാര്യം 100% ഉറപ്പാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലത്തെ സാഹചര്യങ്ങളാണ് നമ്മളെ മുന്നിലുള്ളത്, അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഞങ്ങൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കഞ്ഞി വെക്കാറുണ്ട് കേട്ടോ. മഴക്കാലം ആയതുകൊണ്ടാണ് കഞ്ഞി വെപ്പ് കുറച്ച് കുറവ്. അല്ലെങ്കിൽ ഇവിടെ ഞങ്ങൾ ചെറുപയർ കഞ്ഞിയാണ് വെക്കുക. ചെറുപയർ ഇങ്ങനെ സെപ്പറേറ്റ് വേവിക്കാണ്ട് ചോറ് അരിൻ്റെ അകത്ത് തന്നെ ഇട്ടിട്ട് ചെറുപയറും കൂടിയിട്ട് വേവിച്ച് നമ്മൾ അംഗൻവാടിയിലൊക്കെ പണ്ട് കിട്ടുമ്പോഴത്തെ കഞ്ഞി ഉണ്ടാക്കും. അങ്ങനെ കുടിക്കവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അന്നേരം ഇന്നത്തെ ഉച്ചവിഭവം എന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഒരു ഉപ്പേരിയുണ്ട്, ഒരു മീൻ വറുത്തതുണ്ട്, അച്ചാറുണ്ട്. അന്നേരം പിന്നെ ഇത് വൈകുന്നേരത്തെ വീഡിയോ ഉണ്ട്. അതിൻ്റെ ഇടയിൽ വൈകുന്നേരത്തെ ചായ കുടി, അലക്കലി, കുളിക്കലി പറഞ്ഞ പോലെ പരിപാടിയൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നടന്നിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അന്നേരം ഇതാ വൈകുന്നേരമാണ് കേട്ടോ മീൻ കറി വെക്കണത്. വൈകുന്നേരം പിന്നെ ചോറും വെച്ചു കേട്ടോ. ഉച്ചക്ക് കഞ്ഞി വെച്ചുകൊണ്ട് കഞ്ഞി രാത്രിക്കൽക്ക് പറ്റൂല, ഉച്ചക്ക് വെച്ചാലേ അത് ലേശം വേവ് എറിയിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം പിന്നെ അത് പറ്റില്ല, അതുകൊണ്ട് എടുത്തില്ല കേട്ടോ. ലേശം ബാലൻസ് ഉണ്ടായിട്ടുള്ളൂ. പിന്നെ കുഞ്ഞാപ്പൂന് കഞ്ഞി തീരെ ഇഷ്ടമില്ല, അവൾ കഞ്ഞി കുടിക്കണില്ല കേട്ടോ. പിന്നെ ഞാൻ മീൻ കറി വെച്ചു, ചോറും വെക്കാൻ വിചാരിച്ചു. ചോറ് വേഗം പുറത്തടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വൈകുന്നേരം വെച്ചാൽ രാത്രി ചൂടോടെ തന്നെ കഴിക്കാമല്ലോ വിചാരിച്ചിട്ട്. അതിപ്പോൾ വെളുത്തുള്ളിയൊന്നും സെപ്പറേറ്റ് ഒന്നും മൂപ്പിക്കുന്നൊന്നുമില്ല. വെളുത്തുള്ളി ഉള്ളിയും കൂടെ എണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിച്ചു, അതിൻ്റെ അകത്തേക്ക് വെളുത്തുള്ളി ഉള്ളിയും കൂടി ഇട്ടങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് നന്നായിട്ടങ്ങ് വഴണ്ടി വരണം. വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അന്നേരം ഉള്ളിയൊക്കെ ഏകദേശം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിച്ചതിന് ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഞാൻ മൂപ്പിച്ചിട്ടാണ് കേട്ടോ സവാള ഇടുക. ഇന്നിപ്പോൾ ഇഞ്ചി ഇല്ല, അന്നേരം പിന്നെ അത് അങ്ങനെ തന്നെ അങ്ങോട്ട് ഇട്ടു കേട്ടോ. അതായത് തക്കാളീൻ്റെ കൂടെ തന്നെ ഞാൻ കുടംപുളിയും കൂടെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. കാരണം നമുക്ക് വേഗം തന്നെ എടുക്കേണ്ട കൊണ്ട് ഞാൻ അതും കൂടെ അതിൻ്റെ അകത്തിട്ട്. എന്നാൽ നമ്മൾ കുടംപുളി അതിൻ്റെ കൂടെ തന്നെ ഇടുമ്പോൾ എന്താ വെച്ചാൽ വേഗം ഒന്ന് അതിൻ്റെ നീരങ്ങോട്ട് ഇറങ്ങി കിട്ടും, കുടംപുളീൻ്റെ സത്ത് ഇറങ്ങി കിട്ടും. നമുക്ക് കയ്യോടെ കൂട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ എന്താക്കണം, കുറച്ച് തിളച്ച വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ വേഗം അതിൻ്റെ പുളിരസം ഇറങ്ങി വരും കേട്ടോ. അല്ലാത്ത പക്ഷെ നമ്മൾ അപ്പം കൂട്ടുമ്പോൾ പുളി ഇറങ്ങി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ പുളിരസം വേഗം കിട്ടും കേട്ടോ. അതിൻ്റെ അകത്തേക്ക് തന്നെ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി
അളവൊന്നും ഇല്ല കേട്ടോ, എൻ്റെ രൂപത്തിന് അങ്ങോട്ട് ഇടും. ലേശം മല്ലിപ്പൊടിയും കൂടി ഉണ്ട്. ഞാൻ എപ്പോഴൊന്നും മല്ലിപ്പൊടി ഇടലില്ല. പിന്നെ അയിലക്കറി ആയതുകൊണ്ട് തന്നെ ഞാൻ ലേശം മല്ലിപ്പൊടി ഇട്ടുള്ളൊരു 1/4 സ്പൂണോളെ വരുള്ളൂ കേട്ടോ മല്ലിപ്പൊടി. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ലേശം വെള്ളവും കൂടെ ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം, നമുക്ക് എത്രയാണോ ചാറ് ആവശ്യം അത്രയാണ് വെള്ളം ഒഴിക്കുന്നത്. ഇവിടെ മീൻകറി അധികം ഇങ്ങനെ ലൂസ് പോലെ ആർക്കും ഇഷ്ടമില്ല. കപ്പയും ചക്കയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ മീൻകറി നല്ല ചാറായിട്ട് കൂട്ടും കേട്ടോ. അല്ലാണ്ട് നമ്മൾ ചോറിൻ്റെ കൂടിയാണെങ്കിൽ വറ്റിച്ചെടുക്കുക ചെയ്യുക. വല്ല ചെറുപയറും പരിപ്പൊക്കെ ഇടയിൽ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. മോര് കറിക്കൊക്കെ നല്ല കോമ്പിനേഷനാണ്. നമ്മൾ പുളിമുളകൂട്ട മീൻകറിയും മോര് കറി, പരിപ്പ് കറി, ചെറുപയർ എന്ന് പറഞ്ഞ പോലെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അന്നേരം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഇതേ സപ്പോർട്ട് നിങ്ങൾ എന്നും എനിക്ക് തരണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കുഞ്ഞാപ്പൂടിൻ്റെ ബായ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കുഞ്ഞാപ്പൂവിൻ്റെ ഒച്ചപ്പാട് പിന്നെ ഏത് സംഭവവും കുഞ്ഞാപ്പൂ ഞാൻ ഫോൺ എടുത്താൽ എങ്ങനെ പോലെ എൻ്റെ അടുത്തുണ്ടാവും. അവളെ മുടി നോക്കുക, അവളെ വിചാരം അവളെ കാണുന്നുണ്ട് എന്നാണ് അവളെ വിചാരം. ഫോൺ എടുത്താൽ അവളെ കാണുന്നുണ്ട് എന്നാണ് കേട്ടോ അവളെ വിചാരം. അരുതാ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് നല്ലതായിട്ട് തിളച്ച് വരണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഇട്ടിട്ട് ഇതാ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അന്നേരം നമ്മളെ മീൻ കഷ്ണം കൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. അത് ഉച്ചയ്ക്ക് മഞ്ഞപ്പൊടി ഇട്ടത് ലേശം കൂടിയിട്ടുണ്ടായിരുന്നു വറക്കാനെടുത്ത മീനിലേക്ക്. അതുകൊണ്ടാണ് ആ മഞ്ഞപ്പൊടിൻ്റെ ഭാഗം ഞാൻ വാരിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടുവെച്ച കളയുണ്ടല്ലോ വിചാരിച്ചിട്ട്. അതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ അകത്ത് ഇതിരിക്കുന്നത്. മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ പറ്റിയിരിക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായി തിളച്ചൊന്ന് വറ്റി വരണം കേട്ടോ. ഒന്ന് വറ്റി വന്നതിന് ശേഷം നമുക്ക് കരിവേപ്പിലുണ്ടെങ്കിൽ കരിവേപ്പില ഇട്ട് കൊടുത്ത് എരിവാറ്റ കൂടുതലുണ്ടെങ്കിൽ ലേശം പച്ച വെളിച്ചെണ്ണ അതിൻ്റെ അകത്തേക്ക് ഊറ്റിച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ എരിവൊക്കെ കറക്റ്റായിട്ട് തന്നെ ഉണ്ട്. പിന്നെ കരിവേപ്പില ഇല്ലാത്തതുകൊണ്ട് തന്നെ കരിവേപ്പില ഇടുന്നൊന്നുമില്ല. ഇങ്ങനെ തന്നെ അങ്ങോട്ട് എടുക്കുക കേട്ടോ. ഇന്നിപ്പോൾ രാത്രിത്തേക്ക് ഇതായി നമുക്ക് അടിപൊളി ചൂട് ചോറും നല്ല അയിലക്കറിയും പിന്നെ ഉച്ചക്കത്തെ ചെറുപയർ തോരനുണ്ട്. അതും കൂടെ ഇട്ട് അടിപൊളി ശാപ്പാടായിട്ടോ. എന്നാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.